ഞാൻ സരിത. എല്ലാവർക്കും സിമ്പിൾ ടിപ്സ് മലയാളത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. പിന്നെ നിങ്ങൾ ഇപ്പോൾ ഞാൻ അടുത്തിടയ്ക്ക് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഒരു ലിപ് പാക്കിൻ്റെ. അപ്പോൾ അത് കണ്ടിട്ടില്ലെങ്കിൽ കാണാം. കാരണം കമൻസിലൊക്കെ ഒത്തിരി പേര് ചോദിച്ചിട്ടുള്ള ഒരു കാര്യമായിരുന്നു നമുക്ക് ചുണ്ടിലുള്ള പിഗ്മെൻറ്റേഷൻ ഒക്കെ മാറുന്നത് എങ്ങനെയാണെന്നുള്ളത്. സോ അപ്പോൾ അതിനുള്ള ഒരു 2 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുള്ള ഒരു അടിപൊളി വീഡിയോ ആണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇന്നത്തെ വീഡിയോ ചിലരുടെ ഒരു സംശയമാണ്, ടോണർ എന്താണ്, നമ്മൾ ടോണർ യൂസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ, അതിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അത് മാത്രമല്ല, വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ടോണർ ഉണ്ടാക്കി കാണിക്കണം. പ്രത്യേകിച്ച് നമ്മുടെ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതുമായിരിക്കണം. പിന്നെ അത് സ്കിൻ ബ്രൈറ്റനിങ്ങിനുള്ളതായിരിക്കണം. ഇങ്ങനെ കുറേ ഇത് എന്താ പറയുക സജഷൻസ് വന്നിട്ടുണ്ടായിരുന്നു. സോ അപ്പോൾ അത് തന്നെയാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയണത്. പിന്നെ അത് മാത്രമല്ല, ചില ആൾക്കാർക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിഗ്മെൻറ്റേഷൻ, അപ്പോൾ അവർക്കൊരു കോംബോ ആയിട്ടൊക്കെ യൂസ് ചെയ്യാനായിട്ട് ഇപ്പം ഓൾറെഡി അവർ ബ്രൈറ്റനിങ്ങിനുള്ള ഫേസ് വാഷ് യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ക്രീംസ് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു ടോണറും കൂടി ഉണ്ടെങ്കിൽ കുറച്ച് നല്ലതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സജഷൻസിൽ നിന്നൊക്കെ എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണിത്. അപ്പം നമ്മൾ സിംപ്ലി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അടിപൊളി ടോണർ ഉണ്ടാക്കി കാണിക്കണോ, അതും നമ്മളുടെ കയ്യിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെ എളുപ്പം ചെയ്യാൻ പറ്റുന്നത്. ഇത് എന്തിനൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ശരിക്കും ഫസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടോണർ എന്ന് പറയുമ്പം എപ്പോഴും വാട്ടർ ബേസ് ആയിരിക്കും. അപ്പോൾ ഇത് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യേണ്ടത് ആഫ്റ്റർ ക്ലെൻസിങ് ആണ്. നമ്മൾ ഫേസ് വാഷൊക്കെ ഇട്ട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ടോണർ. അപ്പോൾ ഈ ടോണർ ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം മെയിനായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ക്ലെൻസ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ സ്കിന്നിൻ്റെ പോർസ് ഒക്കെ ഒന്ന് ഓപ്പൺ ആവും. കാരണം ഡേർട്ട് റിമൂവ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ക്ലെൻസിങ് എന്ന് പറയുന്നത്. സോ ആ ടൈമിൽ നമ്മളുടെ പോർസ് ഒക്കെ ഓപ്പൺ ആവും. ആൻഡ് ആഫ്റ്റർ ദാറ്റ് നമ്മൾ ഡയറക്റ്റ് ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നീ മോയ്സ്ചറൈസ് ചെയ്യും, അല്ലെങ്കിൽ ചില ആൾക്കാർ സിറം അപ്ലൈ ചെയ്യും. സോ ക്ലെൻസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ടോണർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് കൊണ്ടുള്ളൊരു ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ പോർസ് ഒന്ന് ക്ലോസ് ആവാനും അതുപോലെ തന്നെ നല്ല ഒരു സ്മൂത്ത്നെസ് ഫേസിന് കിട്ടാൻ, ഒന്ന് സൂത്തനാക്കാനായിട്ട്, ഫേസിനെ ഹൈഡ്രേറ്റ് ചെയ്യാൻ ഒക്കെ വളരെ നല്ലതാണ്. പക്ഷേ ഇത് ഡിപ്പെൻസ് ആണ് കേട്ടോ. കാരണം നമുക്കിപ്പോൾ ഹൈഡ്രേറ്റ് ചെയ്യേണ്ടതാണ്, നമ്മളുടെ സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളായിരിക്കണം ആ ടോണറിനകത്ത് അടങ്ങിയിട്ടുള്ളത്. എങ്കിൽ മാത്രമേ നമ്മുടെ സ്കിന്നിനെ അത് ഹൈഡ്രേറ്റ് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെയുള്ള ബെനിഫിറ്റ്സ് ആണ് നമുക്ക്. പിന്നെ അതുപോലെ എക്സ്ട്രാ ഡേർട്ട് നമ്മളുടെ ഫേസിലേക്ക്, സ്കിന്നിലേക്ക് അബ്സോർബ് ചെയ്യാതിരിക്കാനൊക്കെ ടോണർ നല്ലതാണ്. പിന്നെ നമ്മൾ ഈ ടോണർ ചെയ്തതിന് ശേഷം മോയ്സ്ചർ അപ്ലൈ ചെയ്യുമ്പം അത് കുറച്ചും കൂടി പെട്ടെന്ന് പെനട്രേറ്റ് ആവുകയും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിനെ അത് ഹൈഡ്രേറ്റ് ചെയ്ത് നിർത്താനായിട്ടൊക്കെ ടോണർ ഹെൽപ്പ് ചെയ്യും. സോ അപ്പോൾ ഇത് മസ്റ്റായിട്ട് യൂസ് ചെയ്യണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ ഒരു അഭിപ്രായത്തിൽ നല്ലതാണ് നമ്മൾ ടോണർ യൂസ് ചെയ്യണത്. ഡെയിലി ടോണർ യൂസ് ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ ശരിക്കും നമുക്കിപ്പോൾ ഇതുപോലെ സിംപ്ലി വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ ഡെയിലി യൂസ് ചെയ്യുന്നതുകൊണ്ട് എന്താണ് കുഴപ്പം? ബെനിഫിറ്റ്സ് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ടോണർ നിങ്ങൾക്ക് ഉണ്ടാക്കി കാണിക്കാം. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ നമ്മൾ ആഡ് ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളുടെ ഈ ബ്രൈറ്റനിങ് ടോണർ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം വേണ്ടതെന്ന് പറയുന്നത് റോസ് വാട്ടർ ആണ്. അപ്പോൾ കുറച്ച് റോസ് വാട്ടർ ഞാൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ ഗ്ലാസ്സിന് 1 ഗ്ലാസ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ ഒരു ആവശ്യം അനുസരിച്ചിട്ട് നിങ്ങൾക്ക് എടുക്കാം. ഒരാഴ്ചയിലൊക്കെ യൂസ് ചെയ്യാനായിട്ട് ഇത്രയും എടുത്താൽ മതി കേട്ടോ. ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് 1 സ്പൂൺ റെഡ് സാൻഡൽ പൗഡറാണ്. അപ്പോൾ രക്തചന്ദനത്തിൻ്റെ പൊടി. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് നമ്മുടെ തന്നെ പ്രൊഡക്റ്റാണ്, ഭ്രമരയുടെ രക്തചന്ദനത്തിൻ്റെ പൊടിയാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു ഗ്ലാസ്സാണ്, ഇപ്പോൾ ഞാൻ ഒരു ചെറിയ ഗ്ലാസ്സിനാണ് ഒരു 50 ml നമ്മൾ റോസ് വാട്ടർ എടുത്തിട്ടുള്ളത്. അപ്പം 1 സ്പൂണാണ് ഇടുന്നത്. അപ്പോൾ 100 ml എടുക്കുകയാണെങ്കിൽ ഒരു 1.5 സ്പൂണോളം നിങ്ങൾക്ക് രക്തചന്ദനത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. നെക്സ്റ്റ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇരട്ടി മധുരത്തിൻ്റെ പൊടിയാണ്. ഇതും ഭ്രമരയുടെ തന്നെയാണ്. അപ്പോൾ ഇത് ശരിക്കും നിങ്ങൾക്ക് ഭ്രമരയുടെ യൂസ് ചെയ്യുന്നവർക്കറിയാം, ഒട്ടും തരി ഇല്ലാത്തതാണ് നമ്മുടെ ഭ്രമരയുടെ ഈ ഇരട്ടി മധുരത്തിൻ്റെ പൊടി. ചില ഇരട്ടി മധുരത്തിൻ്റെ പൊടിയിൽ ഇങ്ങനെ തരി ഉണ്ടാവും. അപ്പോൾ ഇതുപോലെയുള്ളതാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇതിൻ്റെ ആ ഒരു സത്തും കാര്യങ്ങളുമൊക്കെ അതിലേക്ക് റോസ് വാട്ടറിലേക്ക് ഇറങ്ങി കിട്ടും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇത് ആഡ് ചെയ്യുന്നതും 1 സ്പൂൺ ആയിരിക്കണം കേട്ടോ ആഡ് ചെയ്യുന്നത്. സെയിം അളവിൽ തന്നെയാണ് ആഡ് ചെയ്യുന്നത്. എന്നിട്ട് ഇത് രണ്ടും കൂടി ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. അത് ശരിക്കും വളരെ ഇങ്ങനെ തരിയില്ലാത്ത പൊടി ആയതുകൊണ്ട് മുകളിൽ തന്നെ ഇരിക്കും. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അടച്ച് ഓവർനൈറ്റ്, ഒരു ദിവസം ഫുള്ള് രാത്രി നമ്മൾ അടച്ച് വെച്ചിരിക്കണം. അതിന് ശേഷമാണ് കേട്ടോ നമ്മളിത് അരിച്ചെടുക്കേണ്ടത്. അപ്പോൾ കുറഞ്ഞതൊരു 12 മണിക്കൂറെങ്കിലും നമ്മളിത് വെക്കണം. അപ്പോഴാണ് ഇതിൻ്റെ ആ ഒരു സത്തും കാര്യങ്ങളും ഒക്കെ ആ റോസ് വാട്ടറിലേക്ക് ഇറങ്ങി കിട്ടുള്ളൂ.
അപ്പോഴാണ് നമ്മളിത് ഉപയോഗിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ബെനിഫിറ്റ്സും കാര്യങ്ങളും ഒക്കെ കറക്റ്റായിട്ടുള്ള രീതിയിൽ കിട്ടുള്ളൂ. അപ്പോൾ അതിന് നിങ്ങളിത് ചിലരുണ്ട് പെട്ടെന്ന് ഇട്ടിട്ട് പെട്ടെന്ന് തന്നെ അരിച്ച് ഉപയോഗിക്കും. അത് ചെയ്യരുത്. ഇതിൻ്റെ നല്ലതുപോലെ ഇത് എക്സ്ട്രാക്റ്റ് ആവണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് ഒരു 12 മണിക്കൂറെങ്കിലും നിങ്ങൾ ഇത് ഇട്ട് വയ്ക്കുക. ഇതാണ് നമ്മളുടെ ടോണർ. ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിതൊരു സ്പ്രേ ബോട്ടിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. സ്പ്രേ ബോട്ടിലാകുമ്പോൾ കുറച്ച് നല്ലതാണ്. നമുക്ക് ആ ഒരു ഇത് സ്പ്രേ ചെയ്ത് കഴിയുമ്പോൾ ഒരുപോലെ ഇവൻച്വലി നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അല്ല നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെ സ്പ്രേ ബോട്ടിൽ ഇല്ലെങ്കിൽ വിഷമിക്കേണ്ട. നിങ്ങൾ സാധാരണ ബോട്ടിൽ വെച്ചിട്ട് കോട്ടൺ എടുക്കുക. കോട്ടൺ ബോൾസിൽ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ഇതുപോലെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതൊന്ന് ഭയങ്കരമായിട്ട് മസാജ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ജസ്റ്റ് ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് പാഡ് ഡ്രൈ ചെയ്യുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു കളറാണ്, നല്ല രസമാണിത് ശരിക്കും. അത് മാത്രമല്ല, ഇതിപ്പോൾ ജസ്റ്റ് നമ്മളൊന്ന് ഇതുപോലെ ആണ് ആഫ്റ്റർ ഫേസ് വാഷ് ഇതുപോലെയാണ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് നിങ്ങൾ അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് ഒരു 10 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് സിറം അപ്ലൈ ചെയ്യുന്നവർക്ക് സിറം അപ്ലൈ ചെയ്യാം, മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്നവർക്ക് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഒരു യൂസിങ് പാറ്റേൺ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഒരു 1 വീക്ക് നിങ്ങൾക്ക് ഒരു ബാച്ച് അല്ലെങ്കിൽ 1 വീക്ക് മാക്സിമം പോയിട്ടുണ്ടെങ്കിൽ 14 to 50 ഡേയ്സ് മാത്രമാണ് നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് യൂസ് ചെയ്യാൻ പറ്റുക. 1 മന്ത് ഒന്നും നമുക്ക് ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കണം. ഫംഗസ് വരും പെട്ടെന്ന്. ഈ പെട്ടെന്ന് ക്ലൗഡി ആവും. അപ്പോൾ തന്നെ അറിയാം അതിനകത്ത് ഫംഗസ് ഉണ്ടെന്നുള്ളത്. അത് പിന്നെ അതിന് ശേഷം സ്കിന്നിൽ യൂസ് ചെയ്യാനായിട്ട് പാടില്ല. സോ ഫ്രിഡ്ജിൽ വെക്കുക, 15 ഡേയ്സ് യൂസ് ചെയ്യുക. നെക്സ്റ്റ് ബാച്ച് കൂടുതലുണ്ടെങ്കിൽ കളയുക കേട്ടോ. അത് ഉപയോഗിക്കേണ്ട. 15 ഡേയ്സ് കഴിയുമ്പോൾ പുതിയ ബാച്ച് ഉണ്ടാക്കുക. സോ അപ്പോൾ സിമ്പിളായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ അപ്ലൈ ചെയ്ത് നോക്കുക. നല്ല ഒരു വ്യത്യാസം സ്കിന്നിന് ഉണ്ടാവും. ഒപ്പം തന്നെ ഒരു ബ്രൈറ്റനിങ്ങും ഗ്ലോയും ഒക്കെ കിട്ടും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത അടിപൊളി വീഡിയോസ് ആയിട്ട് വരുന്നത് എല്ലാവർക്കും ബൈ ഫ്രം സരിത.